Hello to all the viewers of India Glitz. I'm Gautami Nair. Industry വന്നിട്ട് it's been almost 2 years. So കുറേ friends ഉണ്ട്, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. But I think I'm the most thankful to the second show team itself because ആദ്യത്തെ ഡെബ്യൂ തന്നെ was a wonderful launch. അപ്പം നല്ല ടീമായിരുന്നു, നല്ലൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക്. സോ എനിക്ക് തോന്നുന്നു regardless of how many movies I do, I will always be thankful for them for that ഒരു particular launch night. So yeah, പിന്നെ അവരല്ലാതെ കുറേ ഫ്രണ്ട്സും ഉണ്ട്. But I guess ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു അവരായിരിക്കും. So yeah. ബോത്ത് ഡയമണ്ട് നെക്ലസ് ആൻഡ് സെക്കൻഡ് ഷോയിൽ രണ്ട് പടത്തിലും നേഴ്സായിരുന്നു ഞാൻ. ബട്ട് ഐ തിങ്ക് രണ്ട് ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു പടത്തിൽ ഇപ്പം സെക്കൻഡ് ഷോയിലാണെങ്കിൽ കംപ്ലീറ്റ് ഒരു വില്ലത്തിരി രൂപമായിരുന്നു. ആൻഡ് ഡയമണ്ട് നെക്ലസ് ഒരു പാവം ഒന്നും അറിയാത്തൊരു കുട്ടി ഗൾഫിൽ പോയി നിൽക്കുന്നു. സോ എനിക്ക് തോന്നുന്നു രണ്ട് റോൾസും ചെയ്തപ്പോഴത്തേക്കും ഐ അണ്ടർസ്റ്റുഡ് ദറ്റ് എന്താണ് they were helpless in their so-called situation. അപ്പം ഇപ്പം സെക്കൻഡ് ഷോയിലെ ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ അച്ഛൻ ചെയ്യുന്നത് കണ്ടു പഠിച്ചാണ് പുള്ളിക്കാരിയും ഏകദേശം പുള്ളിക്കാരിയുടെ ഒരു ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഡയമണ്ട് നെക്ലസ് എടുക്കുവാണെങ്കിൽ ഷീ ഹാഡ് ടു ഹെൽപ്പ് എ മദർ. അമ്മയുടെ സ്വപ്നങ്ങളും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് വന്നു. ബട്ട് ദെൻ വാട്ട് ഹാപ്പൻ വാസ് അവിടെ വന്ന് ദ ഗൈസ് ഇൻഫ്ലുവൻസ്ഡ് ഹെർ. അങ്ങനെ കുറേ സിറ്റുവേഷൻസും ഉണ്ടായി. സോ ഐ തിങ്ക് ആസ് എ വുമൻ ഐ ഫെൽറ്റ് പ്രിറ്റി ബാഡ് ഫോർ ബോത്ത് ഓഫ് ദ ഗേൾസ്. ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. ബട്ട് ദെൻ പേടിയില്ലായിരുന്നു. പ്രോബ്ലി ബിക്കോസ് ആദ്യത്തെ ഫിലിം ചെയ്യുന്ന മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു 3 months ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു ഹാൻഡ് ക്യാം വെച്ചിട്ട് ഷൂട്ട് ചെയ്താണ് ഏകദേശം എല്ലാ സീൻസും റിഹേഴ്സ് ചെയ്തിട്ട് പിന്നെ മെയിൻ ഫിലിം ഷൂട്ട് ചെയ്തത്. സോ ആ ഒരു ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി ഹെൽപ്ഡ് ലോട്ട്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം ആവാം ലൈക്ക് ഒരു മൂവി ഷൂട്ട് ഇല്ലെങ്കിൽ ഒരു സെറ്റിലിരിക്കുന്നതിൻ്റെ പേടി വരായിരുന്നതിൻ്റെ. പിന്നെ അതല്ലാതെ ലൈക്ക് സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻസിനൊക്കെ പോവായിരുന്നു. പക്ഷേ ഫിലിം ഷൂട്ടിങ്ങും ലൈക്ക് സ്റ്റേജിലെ കോമ്പറ്റീഷൻസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 3 മാസത്തെ ആ ഒരു ക്യാമ്പ് കാരണം മാത്രമാണ് എനിക്ക് തോന്നുന്നു ആ ക്യാമറയുടെ ഒരു ഫ്രൈറ്റ് മാറിയത്. ആഫ്റ്റർ ദാറ്റ് പിന്നെ യൂസ്ഡായി പോയി ക്യാമറയുടെ മുമ്പ് ഷൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കൊരു പേടിയില്ലാതായി വന്നത്. ടു ബി ലോഞ്ച്ഡ് സെക്കൻഡ് ഷോ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കിയായിരുന്നു. ഓക്കെ ലൈക്ക് മമ്മൂക്കയുടെ മോനാണ് ഹീറോ. ഓക്കെ സോ ഹൂസ് ദ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നിട്ടാണ് ആൾക്കാർ അറിഞ്ഞ ഞാനാണെന്ന്. ആൻഡ് ദെൻ കുറേ പബ്ലിക് സൈറ്റ്സിലും ഒക്കെ ദേ പുട്ട് മൈ പിക്ചേഴ്സ് ആൻഡ് അതിൻ്റെ കമൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ഐ വാസ് കൈൻഡ് ഓഫ് ലൈക്ക് ഓക്കെ യു നോ വാട്ട് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഇത്രയും വലിയൊരു സംഭവമാണ് വരുന്നത്. ഇനി എങ്ങാനും എന്തെങ്കിലും സംഭവിച്ച കുറ്റം മൊത്തം എൻ്റെ തലയിൽ വരുന്നൊരു പേടിയുണ്ടായിരുന്നു. ബട്ട് ദെൻ ആസ് ഫ്രണ്ട്സായി സെറ്റിൽ ഷൂട്ട് തുടങ്ങി അങ്ങനെ വന്നപ്പോഴത്തേക്കും ഐ റിയലൈസ് ദറ്റ് ഹി ഹാസ് നോ സ്റ്റാറി ഏസ് അബൌട്ട് ഹിം. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഹീ ഷോർട്ടിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. എടോ ഇങ്ങനെ ചെയ്തോടെ, കാൺട്ട് യു ഡു ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു തരും. സോ അതിൻ്റെ ഒരു എന്താണ് നല്ല കംഫർട്ട് ലെവലാണ് ടു വർക്ക് വിത്ത് ദുൽഖർ. പിന്നെ ഐ തിങ്ക് ഹീസ് ബിൻ ഒബ്വിയസ്ലി എൻ്റെ ഫിലിം ഫീൽഡിലെ വൺ ഓഫ് മൈ ഫസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സോ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇഫ് എനിത്തിങ് ഗുഡ് ഹാപ്പൻ ലൈക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഹാപ്പൻസ് ഐ മീൻ എനിക്ക് തോന്നുന്നു ഹി ഓൾവേസ് ഇസ് വൺ ഓഫ് ദ മെയിൻ പീപ്പിൾ അറിയാൻ. ലൈക്ക് എന്തെങ്കിലും ഞാൻ മെസ്സേജ് അയച്ചോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഐ ഓൾവേസ് ടെൽ ഹിം ഡൂഡ് ദിസ് ഇസ് ഹാപ്പനിങ് ആൻഡ് ഹി വിൽ ലൈക്ക് ഓ ഫൈൻ എന്നൊക്കെ രീതിയിൽ വി കീപ് ടോക്കിംഗ്. സോ യാ ഫ്രണ്ട്സ് ആയിട്ട് വി സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ്. ആദ്യം ഫിലിമിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. ബിക്കോസ് ഫീൽഡിലേക്ക് ഞാൻ വരുമെന്ന് തന്നെ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ ഇത് സംഭവിച്ചപ്പോഴത്തേക്കും ഒക്കെയാണ് എന്താണ് എല്ലാം അങ്ങ് നടന്നു. അപ്പം ആരുടെ കൂടെ അഭിനയിക്കണം ഇല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ ഇനിയും ഫ്യൂച്ചറിൽ ചെയ്യണമെന്നൊന്നും അങ്ങനൊന്നും മനസ്സിലൊന്നും ഇല്ലായിരുന്നു. നല്ല പ്രോജക്റ്റ് ചെയ്യുക, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള മാത്രമായിരുന്നു മനസ്സിലൊരു ഏകദേശം ഒരു ഐഡിയ. ആസ് ഇൻ പാടുമെന്ന് ഞാൻ പാടുമെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഇൻ്റർവ്യൂസിൽ മിക്ക എല്ലാവരും പാടാൻ പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷേ ഫിലിം ഫീൽഡിൽ ഐ എം നോട്ട് ഷുവർ ഹൗ മെനി പീപ്പിൾ ഡു. എൻ്റെ ഫ്രണ്ട്സിന് ഒബ്വിയസ്ലി ലൈക്ക് ഫീൽഡിലുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാം. പിന്നെ ഞാനിങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പാടുന്നതൊന്നും അല്ല. സോ ഒബ്വിയസ്ലി എന്താണ് പാടണമെന്ന് പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അഭിനയിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആക്ച്വലി എനിക്ക് പാടാനായിരുന്നു ആഗ്രഹം. സോ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഹോപ്പ്ഫുള്ളി ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സിംഗിങ് ഫാക്ടർ വർക്ക്സ്. അതിപ്പം എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് പാടിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. കോളേജ് ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഒരു ഗവൺമെൻറ് കോളേജും ഒരു ഗേൾസ് കോളേജ് എടുത്തത്. ബിക്കോസ്
ഒന്നാമത് ഈ ഫീൽഡും ഒക്കെയാണ്. സോ ഐ ഡോണ്ട് വോണ്ട് ടു ബി കോട്ട് അപ്പ് ഇൻ ഒരു കംപ്ലീറ്റ്ലി ആയിട്ടൊരു ഫിലിം വേൾഡ് വേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഗവൺമെൻറ് കോളേജ് പഠിക്കുവാണെങ്കിൽ പല പല ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ കാണാം, പല ഡിഫറെൻറ്റ് റീജിയൻസ്, ഡിഫറെൻറ്റ് പ്ലേസസ്, എല്ലാ തരത്തിലുള്ള ആൾക്കാരിലായിട്ടൊരു ഒരു മിക്സാണ് വുമൻസ് കോളേജിലുള്ളത്, എസ്പെഷ്യലി ബിക്കോസ് ഇറ്റ്സ് എ ഗവൺമെൻറ് കോളേജ്. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ആൻഡ് ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കോളേജ് ലൈഫ്. നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. കോളേജ് ഇസ് വെരി ഡിഫറെൻറ്റ്. ബസ്സിലാണ് ഞാൻ കോളേജിൽ എല്ലാ ദിവസവും പോകുന്നത്. സോ അതൊക്കെ ഇറ്റ്സ് പ്രിറ്റി മച്ച് ഫൺ ഫോർ മീ. സോ എന്തോ കോളേജ് ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ ഒരു കോളേജ് ലൈഫ്. അങ്ങനെ വലിയ കളിയൊന്നും ഇല്ല. സ്പോർട്സിന് ഞാൻ സ്കൂളിലുണ്ടായിരുന്നു. സോ അങ്ങനെ ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലറായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇവിടുത്തെ ടേബിൾ ടെന്നീസും ബാസ്കറ്റ്ബോൾ ടീമിലൊക്കെ കോളേജിൽ ജോയിൻ ചെയ്തത്. പിന്നെ കഴിഞ്ഞ വർഷം യൂത്ത് ഫെസ്റ്റിവലിനും എനിക്കൊന്ന് ഒരു സംഭവം എനിക്കൊന്ന് ഗാനമേളയ്ക്ക് എന്തോ ചേർന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ അപ്പം ലൈക്ക് പഠിത്തം അല്ലാതെ ഐ ഫെൽറ്റ് എക്സ്ട്രാ കരിക്കുലറായിട്ട് എന്തെങ്കിലും വേണം. പിന്നെ ഇത് ചെയ്യുമ്പം കുറച്ച് ഗ്രേസ് മാർക്കും കിട്ടും. അപ്പോൾ പരീക്ഷ എക്സാം എഴുതുമ്പോഴത്തേക്കും അതിന് ലൈക്ക് സഹായിക്കും. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ ഓർത്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ സംഭവത്തിന് പോകുമായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഫിലിംസ് എടുക്കണമെന്നുണ്ട്. പക്ഷേ പഠിത്തം ഉള്ളതുകൊണ്ട് ഞാൻ അതിനാണ് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ നല്ല സ്ക്രിപ്റ്റ്സ് ഒബ്വിയസ്ലി വരുവാണെങ്കിൽ എടുക്കും. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നല്ല ഒരെണ്ണം പഠിത്തം വിട്ടൊന്ന് ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ മാസ്റ്റേഴ്സിന് പോകും. പക്ഷേ എന്നാലും ഐ തിങ്ക് എവിടെയെങ്കിലും ഒരു നല്ല സ്ക്രിപ്റ്റ് വരുവാണെങ്കിൽ ശരിക്കും ഞാൻ എന്തായാലും ചെയ്യാതിരിക്കില്ല. സോ ഒരു നല്ല സ്ക്രിപ്റ്റ് എപ്പോഴെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ച് ഐ ബി ബാക്ക് ടു ആക്ടിങ്. സോ ഫാമിലി വീട്ടിൽ പഠിത്തം ഭയങ്കര നിർബന്ധമാണ്. സോ പഠിത്തം കളഞ്ഞിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. സോ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ് ആ ഒരു കാര്യത്തിൽ. ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആർ വെരി പെർട്ടിക്കുലർ. പഠിത്തം കളയാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ്. അപ്പം എല്ലാവരും ബേസിക്കലി പറയുന്നത് ഇത് തന്നെയാണ്, പഠിത്തം വെച്ചിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പഠിത്തത്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെ ഒത്തിരി പടങ്ങളൊന്നും ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ്. അപ്പം നല്ല സ്ക്രിപ്റ്റ്സ് നോക്കി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതിപ്പോൾ ചിലപ്പോൾ വർഷത്തിൽ ഒരു പടമൊക്കെ ആയിരിക്കത്തുള്ളൂ. ബട്ട് ഇഫ് ഐ എം കണ്ടന്റ് ആൻഡ് ഹാപ്പി വിത്ത് ദ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പഠിത്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഞാൻ എടുത്തത് വേറൊന്നുമല്ല, ഹോസ്പിറ്റലും മെഡിസിനായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് ആദ്യം ഒരു സബ്ജക്റ്റ് വേണമെന്നായിരുന്നു ആദ്യം മനസ്സിൽ. പക്ഷേ പഠിച്ച് ഏകദേശം ഒരു ഫൈനൽ സെം ആയപ്പോഴത്തേക്കും എനിക്ക് എന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, മറ്റാൾക്കാരുടെ സ്വഭാവത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സോ പൊതുവെ ഐ ഫെൽറ്റ് സ്റ്റഡിങ് സൈക്കോളജി യൂസ്ഫുൾ ആയിട്ടേ ഉള്ളൂ. ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നോക്കുവാണെങ്കിലും എനിക്കെന്തോ ഈ ഫീൽഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എസ്പെഷ്യലി ബിക്കോസ് മനുഷ്യന്മാരുടെ ഒരു മനസ്സും അങ്ങനത്തെ സംഭവമൊക്കെ വെച്ച് ഡീൽ ചെയ്തുകൊണ്ട് കുറേ ഐഡിയാസും കുറേ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഐ എം ക്വൈറ്റ് കണ്ടന്റ് വിത്ത് ദ ഹോൾ സ്റ്റഡീസ്. ഇപ്പം ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ കുറേ ആൾക്കാരും കുറേ ഫാൻസും ഇങ്ങനെ അയക്കും, പടം ചെയ്യുന്നില്ലേ എടുക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും നാളും ഇങ്ങനെ എൻ്റെ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഫാൻസൊക്കെ. സോ അത് തന്നെ കിട്ടുന്ന സ്നേഹവും ഐ എം വെരി ഹാപ്പി. ആൻഡ് ഇവർ തരുന്ന സപ്പോർട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. സോ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക് യു ഓൾ ഫോർ ഗിവിങ് മീ സോ മച്ച് ഓഫ് ലവ്.